ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. മത്തായി സുവിശേഷം 10-32 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന് എഴുതിയിരിക്കുന്നു. ജീവിതം കൊണ്ടുള്ള ഒരു ഉടമ്പടിയായി കാണേണ്ട വചനഭാഗമാണിത്. പരസ്യമായി യേശുക്രിസ്തു എൻ്റെ കർത്താവും രക്ഷിതാവുമാണെന്ന് പറയുക. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ സുവിശേഷത്തിനായി അയക്കുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. യേശു അവരോട് പറഞ്ഞത് കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്നും ന്യായാധിപന്മാരുടെ മുമ്പിൽ വരെ നിൽക്കേണ്ടി വരുമെന്നുള്ളതാണ്. എന്നാലും ആരെയും ഭയപ്പെടുവാൻ പാടില്ല. യേശു തരുന്ന വാഗ്ദാനം തന്നെപ്പറ്റി ഭൂമിയിൽ ലജ്ജിക്കാതെ സംസാരിക്കണം. അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ നമ്മെ അവൻ ഏറ്റുപറയും. യേശു ദൈവപുത്രൻ എന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു എന്ന് 1 യോഹന്നാൻ 4:15 നാം വായിക്കുന്നു. യേശു തരുന്ന മുന്നറിയിപ്പ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയുമെന്നാണ്. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ പ്രതിഫലിച്ചുകൊണ്ട് ജീവിക്കുക. എതിർപ്പുകൾ വന്നാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ കുടുംബത്തിലും തൻ്റെ പ്രവർത്തന സ്ഥലത്തും കൂട്ടുകാരുടെ ഇടയിലും മാത്രമല്ല, പീഡനങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും യേശുവിനെ ഏറ്റുപറയണം. ഇങ്ങനെ ചെയ്യുന്നത് മുഖാന്തരം യേശുവും പിതാവിൻ്റെ മുമ്പിൽ ആ വ്യക്തിയെ ഏറ്റുപറയുക എന്നുള്ളത് വലിയ വാഗ്ദാനമാണ്. അവന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയുകയില്ല. പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും ആ വ്യക്തിയുടെ പേര് നമ്മുടെ കർത്താവ് ഏറ്റുപറയും. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും പിന്നത്തേതിൽ മാനസാന്തരപ്പെട്ട് ആയിരങ്ങൾക്ക് മുമ്പിൽ യേശുവിനെ ഭയഭീതിയില്ലാതെ പ്രസംഗിച്ചു. മനഃപൂർവ്വം യേശുവിനെ തള്ളിപ്പറഞ്ഞവരുണ്ടെങ്കിൽ ഒരു മടങ്ങി വരവിനുള്ള സമയമാണ്. പത്രോസിന്റെ അനുഭവം കാണിക്കുന്നത് പോലെ വീണുപോയ വ്യക്തി ആത്മാർത്ഥമായി മാനസാന്തരപ്പെടുമ്പോൾ കർത്താവ് ക്ഷമിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യും. റോമാലേഖനം 1:16 പറയുന്നത് പോലെ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. യേശുവിനോട് വിശ്വസ്തരായി നിൽക്കുക, എന്നാൽ അവൻ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മെ സന്തോഷത്തോടെ ഏറ്റുപറയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.